ഹായ്, ഞാൻ ഫൗസിയ മുസ്തഫ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തനറ്റിക് ആയിട്ടുള്ള സൗദി മട്ടൻ കഫ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറിയ ജീരകം ഒരു 2 ടീസ്പൂണുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയാണ്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങ ഒഴിച്ച് ബാക്കി എല്ലാ സ്പൈസസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത്രയും സാധനമുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ക്യാപ്സിക്കമാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത് ഒത്തനറ്റിക് ആയിട്ടുള്ള സൗദി സ്റ്റൈൽ ഒരു മട്ടൻ കഫ്സയാണ്. അപ്പോൾ നമ്മൾ മട്ടൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മട്ടൻ വെന്ത് വരുന്ന വെള്ളത്തിൽ വേണം നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മട്ടൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 1/4 വേവ് വരെ വേവിച്ചെടുക്കാം. 1 വിസിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൽ വേണം നമുക്കിനി ചോറ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മട്ടൻ ഈ ഒരു അരിപ്പപാത്രത്തിലേക്ക് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം എടുക്കേണ്ടതാണ്. കുക്കറിൻ്റെ വിസിലും പോയിട്ടുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മട്ടന് 1/4 ഭാഗോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് അരിച്ചു മാറ്റാം. ഇതിൽ നിന്ന് മട്ടൻ്റെ കഷ്ണങ്ങൾ മാത്രം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അരിച്ച് മാറ്റാം. ഇതിൻ്റെ ആ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് വീഴുന്ന രീതിയിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ വെള്ളം തന്നെ നമുക്ക് കുക്കറിലേക്ക് വീണ്ടും തിരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച ആ ഒരു വെളുത്തുള്ളി നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങ 2 ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 3 ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച സെല്ല ഗോൾഡ് ബസ്മതി റൈസാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ അരിയുടെ ഒരു പൊക്കത്തിൽ മാത്രം വെള്ളം മതി. ഇപ്പോൾ കറക്റ്റ് വെള്ളമാണ് നമുക്കുള്ളത്. ചോറൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ചോറ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് അരിച്ചു വെച്ച മട്ടൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊരല്പം സാഫ്രോൺ മിക്സ് ചെയ്ത പാൽ ഇതിലേക്കൊരു ഇതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. കളറിനും രുചിക്കും വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 1 വിസിലടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹായ് മാം. ഹായ്. ഇന്ന് ഒത്തനറ്റിക് ആയിട്ടുള്ള സൗദി അറബിക് മട്ടൻ കഫ്സ. ഒത്തന്റിക് സൗദിയാണ്. ഒരുപാട് ഫ്ലേവറില്ല, മസാലകളൊന്നുമില്ല, ചാർക്കോളില്ല, സിമ്പിളാണ്, ഹെൽത്തിയാണ്. കുക്കറിലെന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് ചാർക്കോൾ വേണ്ട. ചാർക്കോൾ വേണം.
ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. ഇത് നമ്മൾ മട്ടൺ വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് സ്റ്റോക്കിലാണ് അരിച്ചെടുത്തിട്ട് സ്റ്റോക്കിലാണ് നമ്മൾ വീണ്ടും റൈസൊക്കെ ഇട്ടിട്ട് ഇതിലിപ്പോൾ ഓക്കെ അങ്ങനെ ചെയ്താൽ. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് ചിക്കൻ ആണെങ്കിലും ചെറിയ മാറ്റം ഉണ്ടോ? ബീഫിലും ചെയ്യാം. ബീഫ് പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ മാറ്റിയതാന്ന് തോന്നുന്നു. ബീഫിൽ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ബീഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരിതാണ്. അതിൽ നമുക്ക് ടൊമാറ്റോയുടെ പേസ്റ്റ് വേണമായിരുന്നു. അതെനിക്കിങ്ങനെ കിട്ടാതെ വന്നപ്പോഴത്തേക്കുമാണ് ഞാനത് റെഡ് കളറിൽ വരുന്നത്, ഒരു ഓറഞ്ച് പേസ്റ്റ് വരുന്നത്. ഏതായാലും ഈ റൗണ്ട് എളുപ്പമായി അല്ലേ? ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഒത്തന്റിക് ആയിട്ടുള്ള സൗദി അറബിക് മട്ടൺ കബ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ വിസിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചേർത്തിട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മന്തി പ്രിപ്പറേഷൻ എൻ്റെ മന്തിയല്ല, മട്ടൻ അറബിക് കബ്സയാണ്. സൗദി. ഞാനിത് ഒരുപാട് ഉണ്ടാക്കി കഴിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നൊന്നും ഞാൻ ഉണ്ടാക്കി കഴിച്ചതല്ല. നമ്മുടെ അയൽവാസികൾ, യമനികൾ, പിന്നെ നമുക്ക് കണ്ണൂരുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. പുള്ളി അറബികളുടെ വീട്ടിലൊക്കെ അങ്ങനെ നിന്നിട്ട് പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് കബ്സ ഉണ്ടാക്കണത് പറഞ്ഞു തന്നത്. ഈ മന്തി എന്നുള്ളത് ഞാൻ പിന്നീട് അവിടെ ഉണ്ട് മന്തി, നമ്മുടെ വലിയ കുഴിയിലൊക്കെ ഈ ഗാർഡനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം. അത് ഇവിടുത്തെ കുഴിമന്തിയായിട്ട് ഒരുപാട് വ്യത്യാസമില്ല. പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ മന്തി കഴിക്കാനാണ് എൻ്റെ റിലേറ്റീവ്സിനൊക്കെ കൂടുതൽ ഇഷ്ടം. അവരുടെ വീട്ടിൽ ഞാനൊന്ന് ഗസ്റ്റ് ആയിട്ട് ചെന്നാലും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ തന്നെ തിന്നു. അതായത് ഒത്തന്റിക് മന്തി ഉണ്ടാക്കാൻ അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് മന്തി എന്നുള്ളതല്ലേ ഏത് വിഭവമാണേലും ഇപ്പൊ നോർമൽ സദ്യ ഇപ്പോൾ ഓണത്തിന് എല്ലാവരും ഞങ്ങൾ കൂടുതൽ 32 പേരൊക്കെ ഉണ്ടാവും വീട്ടിൽ. ഞാൻ തന്നെ ഉണ്ടാക്കണം. വന്നിട്ട് ഞാൻ പറയും ഒരു പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വെക്ക്, പക്ഷെ നേരത്തെ വന്ന് ഉണ്ടാക്കി കൊടുക്കും. വെജും നന്നായിട്ട് ചെയ്യും. നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സൗദി മട്ടൻ കബ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ജ്യൂസിയും ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്.